നമസ്കാരം. പതിരും കതിരും. ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി എത്തിയിരുന്ന ഡോക്ടർ ജിൻഡോ ജോണിനെ ക്ഷോഭത്തിൻ്റെ സൗന്ദര്യമെന്ന് വിളിക്കാനായിരുന്നു ആദ്യമൊക്കെ ഇഷ്ടം. ചർച്ചയ്ക്കിടയിൽ എതിരാളികൾക്ക് മേൽ തിളച്ചുമറിയുന്ന ജിൻഡോ രസകരമായ ഒരു കാഴ്ചയായിരുന്നു. ജിൻഡോയ്ക്ക് ദേഷ്യം കൂടുമ്പോൾ വാക്കുകൾ ചാട്ടുളിയായി പുറത്തു ചാടുമായിരുന്നു. ജിൻഡോയുടെ ചിരിക്കുന്ന മുഖം കാണാൻ അതിലേറെ ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം ബോധ്യമായി. വീതി കൂട്ടി ചിരിക്കുമ്പോഴുള്ളിൽ വീതുളി തേച്ച് മിനുക്കുന്ന ഒരുതരം ചിരിയുടെ ഉടമയാണ് ഈ ജിൻഡോ ജോൺ എന്ന്. ഉള്ളിലെ വീതുളി സ്വന്തം പാർട്ടിക്കെതിരെ പ്രയോഗിച്ചു തുടങ്ങുമ്പോഴാണ് ഒരാളുടെ ചതി മറ്റുള്ളവർക്ക് ബോധ്യമായി തുടങ്ങിയത്. ഈ ചെറുപ്പക്കാരൻ്റെ മോഹഭംഗ മനസ്സ് ഏതോ ശാപപങ്കില നടകളിൽ തൊഴുതു നിൽക്കുകയാണ്. പെട്ടിപിടിച്ചതിൻ്റെയും ഏറാൻ മൂളിയതിൻ്റെയും ഡോർ അടച്ചു കൊടുത്തതിൻ്റെയും വകയിൽ വല്ലതും KC വേണുഗോപാലിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ വാങ്ങി ഭുജിച്ചു കൊള്ളണം. VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നു എന്നറിഞ്ഞ നിമിഷത്തിൽ തുടങ്ങിയതാണ് ജിൻഡോ ജോൺ എന്ന ചെറുപ്പക്കാരൻ്റെ വർദ്ധിതമായ ഹൃദയമിടിപ്പ്. VD സതീശൻ അച്ഛൻ്റെ പേര് മുഴുവൻ ചേർത്ത് സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് തുടങ്ങി വല്ലാത്തൊരു തരം വിറയൽ. ചേടാ, ഇതെന്തൊരു തരം രാഷ്ട്രീയമാണ്? ഞാൻ എൻ്റെ പേരിനൊപ്പം തേക്കുംകാട്ടിൽ ജോൺ റോമൻ കാത്തലിക് ജിൻഡോ എന്ന് എഴുതിയില്ല, വെറും ജിൻഡോ ജോൺ മതി എന്നായിരുന്നു പറച്ചിൽ. ഈ ചെറുപ്പക്കാരന് ജാതി എന്തുവാ, മതത്തിൻ്റെ രീതി എന്തുവാ ഒന്നും അറിയില്ല. എങ്കിൽ പിന്നെ ആ ജോണിനെ കൂടെ ഒഴിവാക്കിക്കൂടായേ ജിൻഡോയെ? അതും പേര് നടക്കുന്നതൊരു നാണക്കേടല്ലേ എന്ന് തിരിച്ചു ചോദ്യം ചെന്നു. അച്ഛൻ്റെ പേര് ചേർത്ത് വിളിക്കുമ്പോൾ നാണക്കേടുണ്ടാക്കുന്ന വേറെയും ഒരു പുത്രനുണ്ട്. അതാണ് പൂമരൻ സഖാവ്. പുള്ളിയെ മുരളീധരൻ നായർ സ്വരാജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തുള്ളി ഇളകും. ചങ്ങനാശ്ശേരി പെരുന്നേലിരിക്കുന്ന സുകുമാരൻ നായരെ പോലെ തന്നെ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായതിൽ വല്ലാത്ത നിരാശയുണ്ടായൊരു മനുഷ്യനാണ് ഈ ജിൻഡോ ജോണ്. സുകുമാരൻ നായരും സതീശനും തമ്മിൽ അകൽച്ചയിലാണെന്നും സതീശൻ്റെ പതനം കാണാൻ കൊതിച്ചിരിക്കുകയാണ് സുകുമാരൻ നായരെന്നും നല്ലതുപോലെ അറിയാവുന്നയാളാണ് ജിൻഡോ ജോൺ. പക്ഷേ പുള്ളിയുടെ ഒരു കുനിഷ്ഠ ബുദ്ധി നോക്കൂ. സുകുമാരൻ നായരെ ഒരു ധീരോദാത്തനായ നേതാവായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ജിൻഡോ ജോൺ. അത് സംഘപരിവാറിനെ ചെറുക്കുന്നു എന്നതുകൊണ്ടൊന്നുമല്ല. 2 ദിവസം മുമ്പ് KC വേണുഗോപാൽ സുകുമാരൻ നായരെ വളഞ്ഞിട്ടാക്രമിക്കുന്നതിനെതിരെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിൻ്റെ പിന്തുടർച്ചയാണത്. ഇത് കേട്ടാൽ തോന്നും ഈ വേണുഗോപാൽ പ്രതിനിധി സഭയിലെ അംഗമാണെന്ന്. എന്തായാലും സുകുമാരൻ നായരുടെ നേതൃത്വത്തിൽ KC വേണുഗോപാലും ജിൻഡോയും അനൂപ് എന്ന വേറൊരുത്തനും അലോഷ്യസും എല്ലാം ചേർന്ന് ഒരു വിമോചന സമരത്തിനുള്ള സാധ്യത തേടുകയാണെന്ന് തോന്നുന്നു. അതിൻ്റെ തുടക്കമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കണ്ട ശക്തി പ്രകടനം. മുഖ്യമന്ത്രിയായ VD സതീശന് മുകളിൽ ഞങ്ങൾക്കൊരു രക്ഷാപുരുഷനുണ്ടെന്നും അവൻ പീലിത്തെരിമുടിയും ഓടക്കുഴലുമായി വന്ന് ഏതുനേരവും ഞങ്ങൾക്ക് അനുഗ്രഹ വർഷം ചൊരിയുമെന്നും ഈ ഡിങ്കിരി ബാലന്മാർ വിശ്വസിച്ചു വരുന്നു. ഒരു സർക്കാർ ഭരണം ഏറ്റെടുത്ത് 2 മാസം കഴിയുന്നതേ ഉള്ളൂ. ഇതിനിടെ പ്രതിപക്ഷം ചെയ്യാവുന്ന പണികൾ മുഴുവൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒടിഞ്ഞു മടങ്ങി അവന്മാരുടെ 6ാം വാരിക്ക് തന്നെ കയറുന്നുമുണ്ട്. അപ്പോഴാണ് പ്രതിപക്ഷം ദുർബലമാണെന്നോർത്ത് ഇവർക്ക് സങ്കടം വന്നു തുടങ്ങിയത്. എന്തായാലും KC ഭക്തരായ KPCC പ്രസിഡൻറ്റും യൂത്ത് പ്രസിഡന്റ് ജനീഷും ക്യാബിനറ്റിൽ ഉൾപ്പെട്ടത് നല്ലതായി. അല്ലെങ്കിൽ അവരും KSU പ്രസിഡന്റിൻ്റെ കൂടെ നിന്ന് സതീശനെതിരെ പോരാടുമായിരുന്നു. KPCC പ്രസിഡൻ്റായിരുന്നപ്പോഴും സ്പീക്കറായിട്ടിരുന്നപ്പോഴും UDFനെതിരെ പ്രതിപക്ഷത്തിൻ്റെ റോള് നയിച്ച ആദർശ രാഷ്ട്രീയത്തിൻ്റെ പരമ്പൊരുളായ VM സുധീരൻജിയും ഇറങ്ങിയിട്ടുണ്ട് KSU കുട്ടിയെ തലോടി സുഖിപ്പിക്കാൻ. എന്തായാലും 6 മാസത്തിനകം VD സതീശനെ താഴെ ഇറക്കി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ചങ്കുറപ്പോ ധൈര്യമോ ഒന്നും തൽക്കാലം ഈ KC പക്ഷത്തെ ഡിങ്കിരിപാലന്മാർക്കില്ല. ഹൈക്കമാൻഡും KCയുടെ ശിങ്കിടികളും കൂടെ നടന്നിട്ട് ഒരു കാര്യവും നടന്നില്ല. പിന്നല്ലേ ഈ ഇത്തിക്കണ്ണികൾ. എങ്ങനെയെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് 2 വർഷത്തിനകം എത്തിയാൽ പോലും ജനം നിങ്ങളെയൊക്കെ ഓടിച്ചിട്ട് തല്ലും, തെരണ്ടിവാലിന് വീക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി വരാൻ പോകുന്ന KPCC പ്രസിഡന്റിലാണ് KC ഭക്തരുടെ പ്രതീക്ഷ. എന്തായാലും ജിൻഡോ ജോൺ ഇടുന്ന ഓരോ പോസ്റ്റിന് താഴെയും കോൺഗ്രസ്സുകാർ തന്നെ വന്ന് നന്നായി തെറി വിളിക്കുന്നുണ്ട്. ദിവസം 3 നേരമെങ്കിലും മരക്കുറ്റി ചാനലുകാർക്ക് അഭിമുഖം കൊടുത്തില്ലെങ്കിൽ പുള്ളിക്ക് സമാധാനമില്ല. കേരളത്തിൽ മാധ്യമങ്ങളും ഇടതുപക്ഷവും എങ്ങനെയാണ് കോൺഗ്രസ്സുകാരെ കഴിഞ്ഞ 10 വർഷം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അറിയാത്ത പുള്ളിയല്ല ഈ ജിൻഡോ ജോൺ. എതിരഭിപ്രായങ്ങളെല്ലാം നവമാധ്യമങ്ങളിലൂടെ നാട്ടുകാരെ അറിയിച്ച് നാണം കെടുത്തിയല്ല സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയോട് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിക്കേണ്ടത്. ഇനി കോൺഗ്രസിൻ്റെ മുഖമായി ചാനലുകളിൽ ചർച്ചയ്ക്ക് വരാൻ യാതൊരു യോഗ്യതയുമുള്ളയാളല്ല ജിൻഡോ ജോണും അനൂപും.
ഈ സർക്കാരിനെ വിശ്വാസത്തിലെടുത്ത് കഴിയുന്ന കോൺഗ്രസ്സുകാർ പോലും നിങ്ങളെ വിശ്വസിക്കില്ല. ജിൻഡോ ജോണും അനൂപും അലോഷ്യസും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ വിശ്വാസത്തിലെടുക്കാതെ ഗ്രൂപ്പ് രാഷ്ട്രീയം കളിച്ച് കേമന്മാരാകാമെന്ന നിങ്ങളുടെ പ്രതീക്ഷ ഒരു തരത്തിലും ജനങ്ങൾ വകവെച്ച് തരില്ല. കോൺഗ്രസ് പഴയ കോൺഗ്രസ് ആയിരിക്കും, പക്ഷേ കോൺഗ്രസ്സുകാർ പഴയ കോൺഗ്രസ്സുകാരല്ല. ചളുങ്ങിയ ഹൈക്കമാൻഡിനെ നേരെയാക്കി പിന്നല്ലേ ഈ ഇത്തൽ കണ്ണികൾ. KSUവിൻ്റെ ചോരയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെ വിയർപ്പിൻ്റെയും ഒക്കെ കഥ പാർട്ടി കമ്മിറ്റികളിൽ പറഞ്ഞാൽ മതി. അതിൻ്റെ പേരിൽ കിട്ടുന്നത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് നുണഞ്ഞുകൊള്ളണം. പിണറായി വിജയൻ എന്ന ജനശത്രുവിനെതിരെ ആഞ്ഞടിച്ച് ഓരോ മനുഷ്യനും ആയിരങ്ങളോട് നവമാധ്യമങ്ങളിലൂടെ സംസാരിച്ചതിൻ്റെ ഫലം കൂടിയാണ് ഈ വിജയം. കാറ്ററിയാതെ തൂറ്റിയാൽ ചെകിടറിയാതെ അടികിട്ടുമെന്ന് ഇട്ടിക്കണ്ടപ്പന്മാരായ ആവേശ കമ്മിറ്റിക്കാർ ഓർത്താൽ നല്ലത്.